നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ആഭ്യന്തര വകുപ്പ് പ്രവർത്തിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിരവധി ആക്ഷേപങ്ങളാണ് ആഭ്യന്തര വകുപ്പിനെ ചുറ്റിപ്പറ്റി ഉയരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ പല സമയങ്ങളിലും ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും കാരണമായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിയന്ത്രണം ഒരു ഉന്നതന്റെ കയ്യിലാണ് എന്നുള്ളതാണ് ഈ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനെന്നറിയപ്പെടുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ പോലീസ് സേനയിലെ ഇടപെടലാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇത് പോലീസ് സേനയിൽ ആകമാനം വലിയ എതിർപ്പിനും അതൃപ്തിക്കും ഇടയാക്കിയിട്ടുമുണ്ട്. ഗതാഗത വകുപ്പ് മന്ത്രി ട്രാൻസ്പോർട്ട് കമ്മീഷണർ സ്ഥാനത്തു നിന്നും മാറ്റാൻ ആവശ്യപ്പെട്ട IPS ഉദ്യോഗസ്ഥനായ ശ്രീജിത്തിനെ പോലീസ് ആസ്ഥാനത്ത് നിയമിച്ചതാണ് വ്യാപക വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്നത്. അനവധി വിഷയങ്ങളിൽ ആരോപണ വിധേയനായ ADGP S ശ്രീജിത്തിനെ പോലീസ് ആസ്ഥാനത്ത് ADGP ആയി നിയമിച്ചതാണ് പോലീസ് സേനയിലെ തന്നെ അതൃപ്തിക്ക് കാരണമായി മാറിയിരിക്കുന്നത്. പോലീസ് ആസ്ഥാനത്തെ S ശ്രീജിത്തിന്റെ നിയമനം ശരിയായില്ലെന്ന നിലപാടിൽ IPS ഉദ്യോഗസ്ഥർ അടക്കം ഉറച്ചു നിൽക്കുന്നു. ഒരു മന്ത്രിയോട് അപമര്യാദയായി പെരുമാറിയ ഉദ്യോഗസ്ഥൻ എങ്ങനെ പോലീസ് ആസ്ഥാനത്തെത്തി എന്ന ചോദ്യം തന്നെ പ്രസക്തമാവുകയാണ്. നിയമനം പോലീസ് സേനയിൽ മാത്രമല്ല, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെയും അത്ഭുതപ്പെടുത്തി കഴിഞ്ഞു. മന്ത്രി ആവശ്യപ്പെട്ടിട്ട് ഒരു ഉദ്യോഗസ്ഥനെ മാറ്റുമ്പോൾ ഇത്തരത്തിലുള്ള നിയമനമാണോ നൽകേണ്ടതെന്ന ചോദ്യം പോലും ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ഇടപെട്ടാണ് നിലവിൽ വിജിലൻസ് കേസിൽ കൂടി പ്രതിയായിട്ടുള്ള ശ്രീജിത്തിനെ പോലീസ് ആസ്ഥാനത്ത് നിയമിച്ചതെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇപ്പോൾ പ്രതിരോധത്തിലാകുന്നത് വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ്. ADGP ശ്രീജിത്തിന്റെ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയതും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണെന്ന് ഇടതുപക്ഷ നേതാക്കളടക്കം പറഞ്ഞു തുടങ്ങി. എന്നാൽ ഉയരുന്ന ആക്ഷേപങ്ങളിൽ പതിവ് ശൈലിയിൽ തന്നെ നിയമന കാര്യത്തിലും CPM നേതൃത്വം കൈമലർത്തുക തന്നെയാണ്. ഇങ്ങനെയാണോ തെറ്റുതിരുത്തൽ പ്രക്രിയ എന്ന ചോദ്യവും പാർട്ടിയെ ഇപ്പോൾ പ്രതിരോധത്തിലാക്കി കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് എറണാകുളം റേഞ്ച് IG സ്ഥാനത്ത് നിന്നും മാറ്റിയ ശേഷം ഇതുവരെ ക്രമസമാധാന ചുമതലയിൽ ശ്രീജിത്തിന് നിയമനം നൽകിയിരുന്നില്ല. ഇപ്പോഴും ക്രമസമാധാന ചുമതല ശ്രീജിത്തിന് നൽകിയിട്ടില്ലെങ്കിലും പോലീസ് ആസ്ഥാനത്ത് നിയമിച്ചത് ശരിയായില്ലെന്ന നിലപാടിലാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ. കീഴുദ്യോഗസ്ഥർക്ക് പോലും വിലയില്ലാത്ത ഒരു അനഭിമതനായ ഉദ്യോഗസ്ഥൻ, ഇങ്ങനെ ഒരു ഓഫീസറെ എന്തുകൊണ്ടാണ് പോലീസ് ആസ്ഥാനത്ത് ഇരുത്തുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഈ നിയമനം കൊണ്ട് ചിലർക്ക് ഗുണമുണ്ടെങ്കിലും പോലീസ് സേനയിൽ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലെന്ന അഭിപ്രായവും സേനയ്ക്കകത്ത് ശക്തമാകുന്നു. ശ്രീജിത്തിന്റെ നിയമനത്തിനു പിന്നിൽ മറ്റു ചില അജണ്ടകളുണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട്. അതിൽ പോലീസ് മേധാവി സ്ഥാനത്തിന് വേണ്ടിയുള്ള ഉന്നതന്റെ ചരടുവലിയും സംശയത്തിലാണ്. സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന IPS ഉദ്യോഗസ്ഥനായ K പത്മകുമാറിനെ പോലീസ് മേധാവിയാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതൻ പരിശ്രമിച്ചിരുന്നു. എന്നാൽ പത്മകുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ കൂടി കണക്കിലെടുത്ത് അന്ന് പത്മകുമാറിനെ മുഖ്യമന്ത്രി ഒഴിവാക്കി. പകരം പത്മകുമാറിനേക്കാൾ ജൂനിയറായ ദർവേഷ് സാഹിബിനാണ് നറുക്കു വീണിരുന്നത്. പോലീസ് മേധാവി തസ്തികയിൽ ദർവേഷ് സാഹിബ് 1 വർഷം പൂർത്തിയാക്കുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ ഭൂമി ഇടപാട് സംബന്ധിച്ച ചില പരാതികളും ഉയർന്നിരുന്നു. പരാതിക്കാരൻ P ശശിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ച ശേഷം വീണ്ടും പത്മകുമാറിന് വേണ്ടി ചരടുവലികൾ നടത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അതും പാളിപ്പോയി. മുഖ്യമന്ത്രിയുടെ ഇടപെടലിൽ ദർവേഷ് സാഹിബിന് വീണ്ടും 1 വർഷം കൂടി സർവീസ് കാലാവധി നീട്ടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുശേഷമാണ് ദർവേഷ് സാഹിബിനെതിരെയുള്ള ഭൂമി ഇടപാട് പരാതി ശക്തമായി രംഗത്ത് വന്നതും പരസ്യമായതും. ഇതും ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് പോലീസുകാർ സംശയിക്കുന്നുണ്ട്. പോലീസ് മേധാവിക്കെതിരെ ഒരു പ്രവാസി കോടതിയെ സമീപിച്ചതും മാധ്യമങ്ങളോട് പ്രതികരിച്ചതുമെല്ലാം അസാധാരണമായ നീക്കമായിരുന്നു എന്നും ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതരുടെ പിന്തുണയില്ലാതെ ഇത്തരം ഒരു സാഹസത്തിന് പരാതിക്കാരൻ തയ്യാറാകില്ല എന്നും സംസ്ഥാനത്തെ മുതിർന്ന IPS ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. പത്മകുമാറിനെ പോലീസ് ആസ്ഥാനത്ത് DGP ആക്കാനുള്ള നീക്കം പൊളിഞ്ഞതിന്റെ തൊട്ടു പിന്നാലെയാണ് ശ്രീജിത്തിനെ പോലീസ് ആസ്ഥാനത്ത് ADGP ആയി നിയമിച്ചത്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ സ്വാധീനം ചെലുത്തി ഓഫീസിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ P ശശി ഒപ്പിച്ച പണിയാണെന്ന് പോലീസ് സേനയിൽ ഇപ്പോൾ അടക്കം പറച്ചിലുമുണ്ട്. DGPയെ മറികടന്ന് എന്തെങ്കിലും തരത്തിലുള്ള അജണ്ട നടപ്പാക്കാനാണോ ഈ നിയമനമെന്ന സംശയം പോലും ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഇപ്പോഴത്തെ ഇടപെടലുകൾ സേനയിൽ വലിയ അതൃപ്തിക്ക് കാരണമാകുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തെറ്റുതിരുത്തൽ നടപടിയിലേക്ക് കടക്കുമെന്ന് CPM പറഞ്ഞെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന നിലപാടുണ്ടെങ്കിലും ഇപ്പോഴും ഇത്തരം കാര്യങ്ങളിലൊന്നും നിലപാടുണ്ടാക്കാൻ CPMനും കഴിയുന്നില്ല. മുഖ്യമന്ത്രിയെ വില്ലനായി ജനങ്ങൾക്കിടയിൽ ചിത്രീകരിക്കപ്പെടാൻ പ്രധാന കാരണവും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലരുടെ
ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണെന്ന അഭിപ്രായം ഇടതുപക്ഷ അണികൾക്കിടയിലുമുണ്ട്. സ്ത്രീപീഡന വിഷയത്തിലടക്കം ഗുരുതര ആരോപണങ്ങൾക്ക് വിധേയനായ വ്യക്തിയെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കിയത്. അത് എന്തിനാണെന്ന ചോദ്യവും പലയിടത്തു നിന്നും ഉയരുന്നു. ഇത്തരമൊരു വ്യക്തി നൽകുന്ന നിർദ്ദേശങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ എത്രമാത്രം സ്വീകരിക്കുമെന്ന കാര്യത്തിലും ഇടതു നേതാക്കൾക്ക് സംശയമുണ്ട്. ഇതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരെ ബാധിച്ചതുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനം താളം തെറ്റുന്നത് എന്നും ഇടതുപക്ഷത്തെ അണികളടക്കമുള്ളവർ പറയുന്നുണ്ട്. പോലീസിന്റെ പ്രവർത്തനത്തിൽ ജനരോഷം ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ശേഷമാണെന്നും ശശിക്കെതിരെ ഉയരുന്നത് ഗുരുതരമായ ആരോപണമാണെന്നും അത് ശരിവെച്ച് മുതിർന്ന CPM നേതാവ് CKP പത്മനാഭൻ രംഗത്ത് വന്നതുമൊക്കെ പാർട്ടിയിൽ വലിയ ചർച്ചയ്ക്കും വഴി തുറക്കുന്നുണ്ട്. ഇതും CPM നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി കഴിഞ്ഞു.